Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് CMA ഇന്റർന്റെ ജൂൺ 2025 എക്സാമിനേഷൻ എഴുതുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ ലോ പേപ്പറിൽ നമുക്ക് എങ്ങനെ 7 മാർക്സിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ MCQസും എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ്. നമുക്ക് ഉറപ്പായിട്ട് തന്നെ എന്താണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ എന്താണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു മെച്ചപ്പെടുത്തിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ സ്റ്റഡീസും നമ്മളുടെ ആൻസർ എഴുതുന്ന രീതിയും നമ്മളുടെ എല്ലാം നമുക്ക് എന്താണ് ഓവറോൾ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൾറെഡി നമ്മുടെ ഈ ചാനലിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും ഈ പ്രാവശ്യം എന്താണ് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക, ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ MCQസും അതേപോലെ 30 മാർക്സിന് ഉണ്ടാകും, 7 മാർക്സിന്റെ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ചെറിയൊരു കൺസെപ്റ്റ് മാത്രം പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എന്താണ് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ലോജിക്ക് യൂസ് ചെയ്താൽ മതി. കാരണം ഇത് 7 മാർക്സിനാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്സ് എഴുതാൻ മാതിരി ഉണ്ടാകും? അറ്റ്ലീസ്റ്റ് ഒരു 5 മാർക്സ് എഴുതാൻ മാതിരിയെങ്കിലും ഉണ്ടാവും. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും 7 മാർക്സിൻ്റെ അത്ര ഇല്ല. അതായത് നിങ്ങൾ കുറച്ച് പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഈ 7 മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉള്ളത് എത്ര പേജസ് ആണ്. ഇവിടെ പേജസ് അല്ല, ആൻസർ ടു ദ പോയിന്റ് ആണ്. എന്നാലും മിനിമം നമുക്ക് ഒരു പേജ് എങ്കിലും എഴുതാനുള്ള ആൻസർ എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഡാം ഷുവർ. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു സംഭവം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഷെയർ ക്യാപിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് എടുത്തു. ഇവിടെ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിനകത്ത് ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് റൈറ്റ് എ നോട്ട് ഓൺ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. കാരണം രണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓവർവ്യൂ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു 1.5 പേജ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ അകത്തും ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ ചോദിച്ച ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ കണ്ടീഷൻസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് ഈക്വിറ്റി ഷെയർ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇത്രയും പോയിന്റ്സ് നമുക്ക് എത്ര മാർക്ക് എഴുതാനുള്ളതുണ്ട്? നമുക്ക് ഓവർവ്യൂ നമ്മൾ പറയുന്ന സമയം നമുക്കൊരു 7 മാർക്കിന് എന്താണ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരിക്കലും ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരുമെന്നല്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ചുമ്മാ നമ്മൾ പഠിക്കുന്നേക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു എക്സാം പേഴ്സ്പെക്റ്റീവ് പഠിക്കുമ്പോൾ അത് നല്ലതല്ലേ. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇതാണ്. അതിനുശേഷം ഇനി ഒരു ക്വസ്റ്റ്യൻ വരും. ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റിൽ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിൽ എന്ത് കൊടുക്കണം? 7 മാർക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ MCQ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് തന്നെയുണ്ട്. നോർമലി ന്യൂമറിക്കൽ ആസ്പെക്റ്റ് ആണ് ചോദിക്കാറുള്ളത്. കുറച്ചും കൂടെ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടോ, ഓർഡിനറി റെസല്യൂഷൻ, അതവിടെ വളരെ വലിയൊരു സംഭവമാണ്. അത് നമുക്ക് എന്താണ് ഒരു MCQ ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഇത് ചോദിച്ചൊരു ചോദ്യമാണ് ത്രൂ പോസ്റ്റൽ ബാലറ്റ്. ഇവിടെ MCQ ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അതായത് അതൊരു MCQ ക്വസ്റ്റ്യൻ തന്നെ ആകണമെന്നില്ല, ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആകാം. അതായത് ഐ തിങ്ക് ലാസ്റ്റ് ടൈം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേർ ദ ഈക്വിറ്റി ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ സച്ച് ഷെയർസ്, ഇവിടെ വിച്ച് ഷെയർ എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും നമ്മളൊരു MCQ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അക്കോർഡിംഗ് ടു ദിസ് വൺ ആൻഡ് ഈക്വിറ്റി ഷെയർ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റിൽ അതൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കണം, ഇതാണല്ലോ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ സച്ച് എന്ന് പറയുമ്പോൾ പിള്ളേർ ഒരുപാട് പേർക്ക് എന്താണ് കൺഫ്യൂഷൻ വരും. സച്ച് ഷെയർ ഏത് ഷെയറിൻ്റെയാണ്? സോ അതുകൊണ്ട് ഓർത്ത് വെക്കാൻ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഇൻകംപ്ലീറ്റ് തന്നെയായിരിക്കും. അത് കുറച്ചും കൂടെ ട്രിക്കി ആയിട്ട് അത് ചോദിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മെറ്റീരിയൽ പലപ്പോഴും MCQന് എന്താണ് നമ്മൾ മെറ്റീരിയൽ വായിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് വരും. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇത് തെറ്റാണ്. ആക്ച്വലി മെറ്റീരിയൽ കറക്ഷൻസ് ഉണ്ട്. നമ്മൾ ആൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. 74% ആണ് നമുക്ക് എന്ത് വരിക ഇവിടെ വരിക. അപ്പോൾ അത് 74% എന്താണ് MCQയിൽ വരാം. അതിനുശേഷം ദിസ് വൺ നമുക്കൊരു MCQന് വരാം ലാസ്റ്റ് 3 ഇയേഴ്സിൽ. ആക്ച്വലി ഈ ഒരു സംഭവം ഇപ്പോൾ ഇല്ല. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഉണ്ടെങ്കിൽ മീൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ആൻഡ് ദിസ് വൺ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഇഷ്യൂ ചെയ്യാം, ആ തെറ്റ് തിരുത്തിയതിന് ശേഷം. നെക്സ്റ്റ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. ഇത് നമുക്ക് എന്താണ് ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഞാൻ എല്ലാം പറയുന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ എന്താണെന്ന് ഒന്ന് ഓടിച്ചു വിടുന്നെന്ന് മാത്രം. സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസിനെ കുറിച്ച് ഓവർവ്യൂ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് ഇവിടെ ദിസ് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട ഫോം ഏതാണ്. അതിനുശേഷം റിന്യൂവഡ് എത്രയാണ് പെർ സർട്ടിഫിക്കറ്റ് ഫീസ് മേടിക്കുക, അതൊരു കോൺസെപ്റ്റ്. അതിനുശേഷം
ഇത് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, 3 months 45 days. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് രജിസ്റ്റേർഡ് റിന്യൂവ്ഡ് സർട്ടിഫിക്കറ്റ് SH2-ലാണ് MCQs. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കും എന്താണ് അത് ചില സമയത്ത് മാറിപ്പോകാം. നമ്മൾ മാക്സിമം എന്താ നോക്കുക, നമ്മൾ മാക്സിമം പ്രോബബിലിറ്റി ആണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് എന്താണ് ആ MCQs ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാനുള്ള MCQന് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അസ്യൂം ചെയ്യാനെങ്കിലും പറ്റും. ഒന്നും അറിയാത്തതിനേക്കാളും നല്ലത് അറ്റ്ലീസ്റ്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അസ്യൂം ചെയ്തതെങ്കിലും ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾ ചോദിക്കുക. എന്ത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണ്, നമ്മൾ മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ മെയിൻലി നമ്മൾ ലോ സബ്ജക്റ്റിനെ മാത്രമാണ് ഇടുക, അല്ലാതെ നമ്മൾ ജനറൽ ആയിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ സാറൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ എന്താണ് ഈ വീഡിയോസ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും പേഴ്സണൽ മെസ്സേജസ് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 1-2 മാസമായിട്ട് എന്താണ് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് മെസ്സേജസ് അറിയിച്ചതുമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് പറയാം, ഉറപ്പായിട്ട് തന്നെ നമ്മളത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചിട്ട് എന്താണ് നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് തരാൻ പറ്റും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു CM ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലപോലെ പഠിക്കുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.